സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എല്ലാം തന്നെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ട് എല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഇന്ന് നിഫ്റ്റിയുടെ 5 ദിവസത്തെ ഒരു മുന്നേറ്റം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. 24,700 അടുത്താണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെ നെഗറ്റീവിലോട്ടാണ് അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്ന. മാർക്കറ്റിലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ സൈഡിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിഫ്റ്റി നല്ല രീതിയിൽ കയറി വന്നതായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഒരു ഒറ്റ ന്യൂസിൻ്റെ ബേസിൽ ഇന്ന് അതെല്ലാം തന്നെ താഴോട്ട് വന്നിട്ടുണ്ട്. നോക്കാം, നമുക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ റിക്കവറായി മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ UPL ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ നെറ്റ് ലോസാണ്. 384 കോടിയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടം വർദ്ധിച്ചിരിക്കുകയാണ് കമ്പനിയുടെ. ബ്രിട്ടാനിയയുടെ Q1 റിസൾട്ട് പ്രോഫിറ്റ് 14% വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LIC ഹൗസിംഗ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 1.8% കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്കും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഡോ ജോൺസും S&P 500 നെസ്ഡാക്ക് US മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബ്ലീഡിംഗ് ആണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒട്ടും മോശമല്ല. എല്ലാ ഇൻഡെക്സുകളും റെഡിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 1.06% ഡൗൺ ആണ്. 262 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ദെൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 221 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയത്. 165 പോയിൻറ്റിൻ്റെ മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 24,789 നിന്ന് 71 പോയിൻറ്റ് നഷ്ടത്തിൽ 24,718 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകൾ 15 മാത്രം ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ച് 35 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 272 പോയിൻറ്റിൻ്റെ അഥവാ 1.11% മാത്രം ഒരു മുന്നേറ്റമാണ് കിട്ടിയത്. ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ 313 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 10.75% വർദ്ധിച്ചുകൊണ്ട് 14.32 അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നാനോ CPR ആയിരുന്നു, വിർജിൻ CPRും കൂടിയാണ്. തിങ്കളാഴ്ച ഒരു പ്രതീക്ഷക വകുപ്പ് നൽകുന്ന രീതിയിലാണ് ഇന്ത്യ CPRൻ്റെ കിടപ്പ് കിടക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 177 പോയിൻറ്റ് പ്രോഫിറ്റോടുകൂടി 51,350 അവസാനിച്ചു. ഫിൻ നിഫ്റ്റി 111 പോയിൻറ്റ് മുന്നേറ്റത്തിൽ 23,366 അവസാനിച്ചു. സെൻസെക്സ് 177 പോയിൻറ്റ് നഷ്ടത്തിൽ 80,982 അവസാനിച്ചു. മിഡ് ക്യാപ്പ് 105 പോയിൻറ്റ് നഷ്ടത്തിൽ 12,625 അവസാനിച്ചു. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $73.55 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $2,422 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ USD INR റേറ്റ് ഏറ്റവും വേസ്റ്റ് ആയ ഒരു സ്റ്റേജിൽ 83 രൂപ 74 പൈസയാണ് ഒരു $1 വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,310 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,965 കോടിയുടെ നെറ്റ് ബൈയിങ് നടത്തി. ഇതുവഴി 344 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇന്ന് 0.52% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ആ ഒരു സെക്ടർ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസും ഫാർമ ബീസും മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IEX ഇന്ന് 2.45% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ കുമിൻസ് ഇന്ത്യ 8.25% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. IEX, HDFC ബാങ്ക്, ഡിവിസ് ലാബ്, ആസ്ട്ര DM, ഡോക്ടർ റെഡ്ഡി, സൺഫാർമ, ജുബിലന്റ് ഫുഡ്സ്, മുത്തൂറ്റ് ഫിനാൻസ്, ബ്രിട്ടാനിയ, നെസ്ലെ ഇന്ത്യ, ഓറോ ഫാർമ, കൊടാക് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ കുമിൻസ് ഇന്ത്യ, ഏഷ്യർ മോട്ടോഴ്സ്, UPL, മാരുതി, ടെറ മോട്ടോഴ്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ട്രെൻറ്റ്, ഭാരത് ഫോർജ്, DSW സ്റ്റീൽ, ഹിന്ദാൽകോ, വിപ്രോ, പെർസിസ്റ്റന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു. സത്യത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഇന്നലെ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു സ്റ്റോക്കാണ്. കാരണം നല്ല പ്രോഫിറ്റാണ് വർദ്ധിച്ചിരിക്കുന്നത്. SBIക്കും ടാറ്റ മോട്ടോഴ്സിനും ഒരേ സ്വഭാവമാണുള്ളത്. ഏറ്റവും മികച്ച ലാഭത്തിൽ ക്വാർട്ടർലി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അതിനകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിലുണ്ടാവും. SBIയും ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ കണ്ടതിൽ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും വരും കാലങ്ങളിൽ ഇത് നമുക്ക് ഓർത്തിരിക്കാം. ഇനി NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 851 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1497 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR
0.64 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 24,718 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 18 പോയിന്റ് താഴെയായിട്ട് 24,700 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 25,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 77 ലക്ഷമാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത്. 24,500 33 ലക്ഷമാണത്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.76 ആണ്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 51,350 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 70 പോയിന്റ് മുകളിലായിട്ട് 51,420 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 52,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 29 ലക്ഷമാണത്. അതേപോലെ 51,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത്. അത് 11 ലക്ഷമാണ്. നാളത്തേക്കുള്ള റിസൾട്ടും അതേപോലെ ഗ്ലോബൽ ഈവൻസും ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. മോസ്റ്റ് പ്രോബ്ലി നാളെ ആയിരിക്കും ഇത് അപ്ഡേറ്റ് ആവുക. നമുക്ക് തിങ്കളാഴ്ചത്തേക്കുള്ള ഈവൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കത് തിങ്കളാഴ്ച രാവിലെ നോക്കാം. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല മാർക്കറ്റ്. നമ്മൾ ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച ലെവലിനേക്കാളും വളരെ താഴെയായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ വരും ദിവസങ്ങളിൽ നോക്കാം. ഇതൊരു ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.